ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് നിന്ന് അഞ്ജന സുകുമാരൻ. അഞ്ജന ഏത് ബൂത്തിലാണ്, എവിടെയാണുള്ളത്, അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? ഒരു ആവേശം പ്രകടമാണോ? ഞാനിപ്പോൾ ഉള്ളത് കോർപ്പറേഷൻ്റെ 60-ാം ഡിവിഷനിലെ ബൂത്തിലാണിത്. ചാലപ്പുറം ഡിവിഷൻ്റെ ബൂത്താണിത്. വലിയ തിരക്ക് എന്ന് പറയാനുള്ള കാര്യത്തിലുള്ള തിരക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. രാവിലെയൊക്കെ ഈ ഒരു ബൂത്തിൽ വലിയ തിരക്കായിരുന്നു. ചാലപ്പുറത്തിൻ്റെ ഇവിടെ 3 ബൂത്തുകളാണുള്ളത്. ഇതിപ്പോൾ 2ാമത്തെ ബൂത്താണ്. അവിടെ 3ാമത്തെ ബൂത്തിലും 1ാമത്തെ ബൂത്തിലും ഏതാണ്ട് വോട്ടിംഗ് അവസാനിച്ച മട്ടാണ് കാണുന്നത്. 1-2 പേരൊക്കെയാണ് അവിടെ വോട്ട് ചെയ്യാനിപ്പോൾ വന്നിട്ടുള്ളൂ. ഇവിടെ ഏതായാലും സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നീണ്ട നിരയുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തിലാണ് അല്പം കൂടെ നിര കൂടുതലുള്ളത്. ഏതായാലും ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പലരും വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട്. കന്നി വോട്ടാണോ? ആദ്യത്തെ വോട്ടാണ്. നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടോ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ? അങ്ങനെയില്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടോ? ഇല്ല. വോട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വന്നതാണ്. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ വെയിലൊക്കെ താഴ്ന്നതിന് ശേഷം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ? വർക്കിന്റെ ഇടയിൽ വന്നതാ. അപ്പോൾ രാവിലെ വോട്ട് ചെയ്യാൻ പറ്റി? ഇല്ല. എങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം വന്നതാണ് വോട്ട് ചെയ്യാൻ? കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല തിരക്കായിരുന്നു. കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ട് വന്നപ്പോൾ രാവിലെയാണോ വന്നത്? രാവിലെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു. ഒരു ഉമ്മ വോട്ട് രേഖപ്പെടുത്തി. ഓപ്പൺ വോട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. രേഖപ്പെടുത്തിയില്ലേ? താങ്കളാണ് വോട്ട് ചെയ്തത്? ഉമ്മ പ്രത്യേകം പറഞ്ഞു വോട്ട് ചെയ്യണം, വരണം എന്ന് വയ്യാഞ്ഞിട്ടും അപ്പോൾ കൊണ്ടുവന്നു. ഉമ്മ എങ്ങനെയുണ്ട് വോട്ട് ചെയ്തിട്ട്? ഓപ്പൺ വോട്ടാണ് ചെയ്തത്. ഒന്നുമില്ല. വയ്യെങ്കിൽ പോലും വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അല്ലേ? നമ്മളെന്ത് പറയാനാണ്, ഒക്കെ പഠിച്ചോൻ്റെ മക്കളല്ലേ. അതെ. അത് തന്നെയാണ് ഏതായാലും പറയുന്നത്. ഏതായാലും രാവിലെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. വലിയ നിരയായിരുന്നു. 2 ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. 2 തവണ വോട്ടിംഗ് യന്ത്രം തകരാറാവുക കൂടെ ചെയ്തിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഒരു വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് വേണം പറയാനായിട്ട്. കാരണം 2 തവണയാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത്. അത് പിന്നെ പരിശോധിച്ച് അത് ശരിയാക്കിയ ശേഷമാണ് പിന്നീട് വോട്ട് രേഖപ്പെടുത്താനായി സാധിച്ചത്. ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ പലയിടത്തായി ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഈ ചാലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 59-ാം ഡിവിഷനായിരുന്നു. ഇപ്പോൾ അത് വാർഡ് വിഭജനത്തിന് ശേഷം 60-ലേക്ക് മാറിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം കോൺഗ്രസിന് കുറച്ചൊക്കെ തലവേദന സൃഷ്ടിച്ച ഒരു ഡിവിഷൻ കൂടിയായിരുന്നു. ഈ വിമത ശല്യമൊക്കെ ഭയങ്കരമായിരുന്നു. ഒരു ഭീഷണിയായി തന്നെ നിലനിന്നിരുന്നു. പിന്നീട് DCC നേതൃത്വമൊക്കെ ഇടപെട്ട് ഈ വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ചാലപ്പുറത്തെ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന അയൂബ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും പിന്നീട് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഡിവിഷൻ കൂടിയാണ് ഏതായാലും ചാലപ്പുറം. അപ്പോൾ ഏതായാലും നിലവിൽ ഇത് UDFന്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഒരു ചിത്രം എന്നുള്ളതൊക്കെ നമുക്ക് വൈകാതെ തന്നെ മനസ്സിലാകും.